റെബിൻ ടാരറ്റ് ആൻഡ് ലൈഫ് ഗൈഡൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത്, നിങ്ങളൊരു വ്യക്തിയെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് ഈ 3 കാർഡുകളിൽ 1, 2, 3 ഈ 3 കാർഡുകളിൽ ഒന്നിനെ സെലക്ട് ചെയ്യുക. അവർ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, ഈ ബന്ധത്തെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അങ്ങനെ കാർഡ് സെലക്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങളൊരു 3 ഡീപ്പ് മെഡിറ്റേഷൻ പറ്റുവാണെങ്കിൽ എടുക്കുക. നിങ്ങളുമായിട്ട് അതിതീവ്രമായിട്ട് ബന്ധമുള്ള ആ വ്യക്തിയോടൊപ്പം നിങ്ങൾ ചെലവഴിച്ച മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ മനസ്സിൽ ഓർക്കുക. റീഡിങ് എന്ത് വന്നാലും അതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ പാടുള്ളൂ. അതിന് മുൻപായിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരുന്ന കാര്യത്തിൽ ഒരു പിശുക്കും കാണിക്കില്ലേ കൂട്ടുകാരെ. ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുവാണെങ്കിൽ ഒത്തിരി സന്തോഷമായി. അതേ രീതിയിൽ തന്നെ യൂണിവേഴ്സിനോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരാഗ്രഹം സഫലമാക്കാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതൊരു ജനറൽ വീഡിയോ ആണ്, ഒരുപാട് പേരുടെ ഊർജ്ജം എടുത്തിട്ട് ചെയ്യുന്നതാണ്. അതിനാൽ തന്നെ നിങ്ങളുമായിട്ട് പൂർണ്ണമായിട്ടും റെസിനേറ്റ് ആവണമെന്നില്ല. റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്ത് ബാക്കിയുള്ളതിനെ വിട്ടുകളയുക. ഫോഴ്സ്ഫുള്ളി ഒരു കാരണവശാലും റെസിനേറ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അതോടൊപ്പം തന്നെ ഇതൊരു ടൈംലെസ് വീഡിയോ ആണെന്ന് കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഇതിപ്പോൾ നിങ്ങൾ ഇന്ന് കണ്ടാലും നാളെ കണ്ടാലും 1 മാസം കഴിഞ്ഞ് കണ്ടാലും 1 വർഷം കഴിഞ്ഞ് കണ്ടാലും നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് ആ നിമിഷം മുതൽ ഇത് നിങ്ങളുമായിട്ട് റിലേറ്റ് ആവുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ എന്തായാലും ഒന്നാമത്തെ കാർഡ് എടുത്തവരുടെ കാര്യത്തിലേക്ക് പോകാം. അതിന് മുമ്പ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി, നമ്മളൊരു പുതിയ ചാനലാണ്, ഇതൊരു 4ാമത്തെ 5ാമത്തെ വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ മികച്ച വീഡിയോകൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, അത് റിലേഷൻഷിപ്പ് സംബന്ധിച്ചാണെങ്കിലും ഇനി കരിയർ സംബന്ധിച്ചാണെങ്കിലും മണി സംബന്ധിച്ചാണെങ്കിലും ഒരു ഓവറോൾ എനർജിയെ സംബന്ധിച്ചാണെങ്കിലും നിങ്ങൾക്ക് ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ സ്റ്റക്കായി നിൽക്കുവാൻ തോന്നുകയെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ എൻ്റെ അടുത്ത് നല്ല ആരുടെ അടുത്താണെങ്കിലും ഒരു റീഡിംഗ് എടുക്കുന്നത് നല്ലതാണ്. കാരണം എന്താണ് നമ്മുടെ സ്റ്റക്നെസ്സിനുള്ള കാരണം എന്ന് മനസ്സിലാക്കി നമുക്ക് വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ടാരോ കാർഡ് റീഡിങ് അല്ലെങ്കിൽ ടാരറ്റ് കാർഡ് റീഡിങ് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഈ എളുപ്പത്തിന് ടാരോ എന്ന് പറഞ്ഞ് ടാരോ എന്നാണ് എപ്പോഴും പറയുക. ടാരറ്റ് കാർഡ് റീഡിങ് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ കാർഡിലേക്ക് പോകാം. 3-ൽ 1 നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ചിലവർ 2 സെലക്ട് ചെയ്തെന്ന് പറയാറുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇതെന്തായാലും ഞാൻ ഫസ്റ്റ് കാർഡിലേക്ക് പോവാണ്. നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം, നിങ്ങളുടെ വ്യക്തി എന്താണ് ഈ ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളത്. ദ ഫൂൾ എന്ന് പറഞ്ഞിട്ടൊരു കാർഡാണ് വന്നിരിക്കുന്നത്. ഫൂൾ എന്ന് പറഞ്ഞ കാർഡ് വളരെ മനോഹരമായിട്ടുള്ളൊരു കാർഡാണ്. ഒരു പുതിയ തുടക്കത്തിൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ട്, ഇപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിനെ കുറിച്ചാണല്ലോ നോക്കുന്നത്, അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു നോ കോണ്ടാക്ട്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴുക്ക് കൂടിയിരിക്കുകയാണ്, നിങ്ങൾ കുറച്ചാളായിട്ട് അകന്നിരിക്കുകയാണെങ്കിൽ ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരം യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട്. ആ തുടക്കമെന്ന് പറയുമ്പോൾ 1-2 കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി തന്നാലേ നിങ്ങൾക്കത് വ്യക്തമാവുള്ളൂ. ലവ് റിലേഷൻഷിപ്പിൽ ഈ ഫൂൾ വന്നു കഴിഞ്ഞാൽ അത് വളരെ ഡീപ്പായിട്ടൊരു തുടക്കമായിരിക്കില്ല. നിങ്ങളൊരു റീയൂണിയനാണ് എങ്കിൽ, ഇന്നിപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് ഇതിപ്പോൾ ഒരു പഴയ റിലേഷനായിരുന്നു, ഒരു നോ കോണ്ടാക്ട്സിലേക്ക് നിൽക്കുകയാണ്, നിങ്ങൾ വീണ്ടും ഒന്നിക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ആ പഴയ ഡീപ്നെസ് തുടക്കത്തിൽ നിങ്ങൾ ഒന്നിക്കുന്ന സമയത്ത് ഉണ്ടായെന്ന് വരില്ല. കാരണം ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലായിരുന്നു ഈ ബന്ധമെങ്കിൽ ഇതിപ്പോൾ കടന്നു പോയിട്ടുള്ള വളരെ തീവ്രമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. നിങ്ങൾ 2 പേരും മാനസികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വീണ്ടും നിങ്ങൾ ഒന്നിക്കുമ്പോൾ പഴയ ഒരു ഡീപ്നെസ് പെട്ടെന്ന് കിട്ടണമെന്നില്ല. എന്ത് വരട്ടെ എന്നൊരു ചിന്താഗതിയോടുകൂടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഫൂള്. പക്ഷേ അദ്ദേഹത്തിന് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉണ്ട്, അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനുള്ള താല്പര്യമൊക്കെ ഉണ്ടെങ്കിലും ആ പഴയ തീവ്രത തുടക്കത്തിൽ ഉണ്ടാവണമെന്നില്ല. അത് നിങ്ങൾ പിന്നീട് എടുക്കേണ്ടി വരുന്ന ഒന്നായിരിക്കും. എന്തായാലും ഇത്രയും നാളത്തെ ആ കാർമേഘമൊക്കെ ഒഴിഞ്ഞു പോയിട്ട് വീണ്ടും പുതിയ മനോഹരമായിട്ടുള്ളൊരു തുടക്കം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളൊരു 1 സൈഡ് ലവർ ആണെങ്കിൽ, പ്രണയിക്കാൻ പോകുന്ന ആളാണെങ്കിൽ ആ പ്രണയത്തിൽ നിങ്ങൾക്കൊരു സാക്ഷാത്കാരം കാണുന്നുണ്ട്. നമ്മൾ ഇതിൽ പറഞ്ഞ രീതിക്ക് തന്നെ ആ തുടക്കമെന്ന് പറയുന്നത് അത്ര ഡീപ്പായിരിക്കില്ല. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും നോ കോണ്ടാക്ട്സിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നോ കോണ്ടാക്ട്സിൽ നിന്നിട്ട് പുതിയൊരു തുടക്കത്തിലേക്ക് വരുന്നവർ, നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നോ, നിങ്ങൾ ടോക്സിക് ആയിരുന്നോ, അല്ലെങ്കിൽ അവരമിതമായിട്ട് നിങ്ങൾ എന്താണ് പറയുക നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു, ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും കയറി ഇടപെടുന്ന വ്യക്തിയായിരുന്നു, അവരുടെ സൗഹൃദങ്ങളെ ഒരു പരിധിയിൽ കവിഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരാളായിരുന്നു, അവരിടുന്ന വസ്ത്രങ്ങളുടെ മേൽ അത്രമേൽ പ്രഷർ ചെലുത്തുന്ന ആളായിരുന്നു എന്നുള്ളതെല്ലാം നിങ്ങളൊന്ന് സ്വയം ഒന്ന് വിശകലനം ചെയ്യാം. എന്നിട്ട് ഇനി എങ്ങനെയാണ് ആ റീയൂണിയനിലേക്ക് വരുമ്പോൾ ആ റിലേഷൻ കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. ഇപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഇത് കാണുന്നത് ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും. ചെറിയ സൗന്ദര്യപ്പിണക്കത്തിൻ്റെ പേരിൽ പിന്നീട് അത് സീരിയസ് ആയി പോയി അങ്ങനെ കുറച്ച് അകലം പാലിക്കേണ്ടി വന്നിട്ടുള്ളവരാണെങ്കിലും
കാമുകന്മാരാണെങ്കിലും ഇനിയിപ്പോൾ എക്സ്ട്രാ റിലേഷൻ ആണെങ്കിലും ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പുകളെയും വ്യക്തിപരമായിട്ട് ഞാൻ ജഡ്ജ് ചെയ്യില്ല. അത് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ ബന്ധം മനോഹരമായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ പുതിയ തുടക്കമെന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, പഴയ ഡീപ്നെസ് തുടക്കത്തിലേ ഉണ്ടാവില്ല. അതിൻ്റെ പേരിൽ ഇനിയൊരു വഴുക്കിലേക്കോ വക്കാണത്തിലേക്കോ പോകരുത്. നിങ്ങൾ തഞ്ചത്തിൽ ആ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ പുതിയ തുടക്കത്തോടൊപ്പം നടന്നുകൊണ്ട് ഏറ്റവും മനോഹരമായിട്ട് ആ വ്യക്തിയുമായിട്ട് എങ്ങനെ സംവദിച്ച് ആ നിങ്ങളുടെ ജീവിതം മനോഹരമാക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഒന്നാമത്തെ കാർഡിനെ കുറിച്ചുള്ളത് ഇത്രയാണ് പറയുന്നുള്ളൂ. ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. വേണമെങ്കിൽ ഒരു അരമണിക്കൂർ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്, പക്ഷേ നമുക്ക് ഇത്രയും മതി നിലവിൽ. ഇനി രണ്ടാമത്തെ കാർഡ് എടുത്തവരുടെ കാര്യം നോക്കാം. രണ്ടാമത്തെ കാർഡ് എടുത്തവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തിയുടെ ഊർജ്ജം എന്ന് പറയുന്നത് ദ ഹാങ്ഡ് മാനാണ്. ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. എന്നാൽ ഒരുപാട് കൺഫ്യൂഷനിലാണ്. എന്നിട്ട് അവർ ഒരുപാട് ടെൻഷൻ അടിക്കുകയൊന്നുമല്ല. പക്ഷേ നിങ്ങളുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യത്തിൽ അതിപ്പോൾ ചെറിയൊരു വഴുക്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ വേണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ, ഇനി ഇതൊരു പുതിയ പ്രണയമാണെങ്കിൽ ഈ പ്രണയം മുന്നോട്ട് കൊണ്ടുപോകണോ, ഇതെനിക്ക് നല്ലതായിരിക്കുമോ എന്നുള്ള ചിന്തകളൊക്കെ അവരുടെ മനസ്സിലുണ്ട്. ഒരു ചെറിയൊരു കൺഫ്യൂഷനിലാണ് അവർ നിൽക്കണേ. അപ്പോൾ ആ കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളിപ്പോൾ ഞാൻ ആദ്യത്തെ കാർഡിൽ തന്നെ പറഞ്ഞല്ലോ, റിലേഷൻ ഏത് തരത്തിലുള്ള റിലേഷൻ ആണെങ്കിലും എന്താണ് അവരിങ്ങനെ കൺഫ്യൂഷൻ ആവാനുള്ള കാരണം എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നോ കോൺടാക്ട്സിലൊക്കെ ആണെങ്കിൽ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. ആ വിഷയം ചിലപ്പോൾ നമ്മുടെ മിസ്റ്റേക്ക് ആയിരിക്കാം, ചിലപ്പോൾ അത് അവരുടെ മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലേ? ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് വന്നു ചേർന്നതായിരിക്കാം. ചില സാഹചര്യങ്ങൾ കൊണ്ട് വന്നു ചേർന്നു എന്ന് പറഞ്ഞാലും നമ്മൾ ഓപ്പോസിറ്റ് വേണ്ടാന്ന് ഉപേക്ഷിച്ച് പോയവർക്ക് നമ്മളെ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ എവിടെയും ഉണ്ടാവും ഈ ലോകത്തിൽ. പക്ഷേ അവരത് വേണ്ടാന്ന് വയ്ക്കുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയുള്ള കാരണം തന്നെയായാലും എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചിന്തിക്കാനുള്ളൊരു കാരണം, ഇങ്ങനെ ഈ റിലേഷൻ കൺഫ്യൂഷനിലേക്ക് പോകാനുള്ളൊരു കാരണം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഈ ബന്ധം നിങ്ങൾക്കും ഉചിതമാണോ അവർക്കും ഉചിതമാണോ, നിങ്ങൾ സന്തോഷകരമായിരിക്കുമോ ഈ ബന്ധം മുന്നോട്ട് പോയാൽ എന്നുള്ളതൊക്കെ ചിന്തിക്കുക. ഒരുപക്ഷെ ചിലവരുടെ കാര്യത്തിലൊക്കെ ഈ റിലേഷൻഷിപ്പ് അവർ തമ്മിൽ ഭയങ്കര പൊരുത്തമായിരിക്കും. അത് ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും കാമുകനാണെങ്കിലും എക്സ്ട്രാ റിലേഷൻ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും അവർ തമ്മിൽ വളരെ പൊരുത്തമായിരിക്കും. അവർക്ക് പുറത്തുള്ള മറ്റ് കുറച്ച് ആളുകൾ സാഹചര്യങ്ങൾ അവർക്കൊട്ടും തന്നെ അനുകൂലമായിരിക്കില്ല. ചില കുടുംബങ്ങളിലൊക്കെ ആണെങ്കിൽ അമ്മായിയമ്മ, അമ്മായിച്ചൻ, നാത്തൂൻ, ചില കുടുംബങ്ങൾ, ചില സാഹചര്യങ്ങൾ സുഹൃത്തുക്കൾ, ചില സാഹചര്യങ്ങൾ മറ്റ് റിലേറ്റീവ്സ്, സമൂഹം, ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ, അങ്ങനെ പലരും പല കാരണങ്ങളുണ്ടാവാം അവരിങ്ങനെ ഈ ഒരു രീതിയിലേക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വളരെ ഗാഢമായിട്ട് തന്നെ ചിന്തിച്ചു നോക്കുക, എന്തൊക്കെയായിരിക്കാം അവരിങ്ങനെ കൺഫ്യൂഷൻ ആവാനുള്ളൊരു കാരണമെന്ന്. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയായിട്ട് നിങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടാവും, പക്ഷേ എന്നാൽ പോലും പണ്ടത്തെ ആ ഡീപ്നെസ്സിലേക്ക് ആ റിലേഷൻ വരുന്നുണ്ടാവില്ല ഇങ്ങനെ ഒരു കാർഡൊക്കെ വന്നു കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങൾ ആ കൺഫ്യൂഷനിലും വിഷമത്തിലുമാണ്. കാരണം പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ ഫുൾ ടൈം സംസാരിക്കുമായിരുന്നു, എല്ലാം തുറന്നു പറയുമായിരുന്നു. ഇപ്പം അത് മാറിയിട്ട് ആവശ്യങ്ങൾക്ക് മാത്രം വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു പോകുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മാറിയിട്ടുണ്ടാവും. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ചില സമയത്ത് നമ്മൾ തന്ത്രങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. ആ തന്ത്രങ്ങൾ എന്താണെല്ലാമാണ്. തന്ത്രങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ആ ഒരു സാഹചര്യത്തിൽ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് പെരുമാറുന്നത് എന്താണോ അതിനെയാണല്ലോ നമ്മൾ പൊതുവെ തന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ തന്ത്രം മെനയാന്ന് പറഞ്ഞാൽ ആരെയും വെട്ടിലാക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ആ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ചിന്തിച്ച് നോക്കുക. എന്നിട്ട് അവരെ കൺഫ്യൂഷനൊക്കെ മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇനി മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ കാര്യമാണ്. ചിലവർ 2 കാർഡൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അത് ചില വീഡിയോയുടെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യണം, ഞാൻ 2 കാർഡ് സെലക്ട് ചെയ്തു, അതിന് തോരന്നെ ശരിയായി എന്നുള്ളത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ മനസ്സാണ്. അപ്പോൾ എന്തായാലും മൂന്നാമത്തെ കാർഡ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. അതിന് മുമ്പ് കൂട്ടുകാരെ ആ സബ്സ്ക്രൈബിൻ്റെ ബട്ടണിൽ ഒന്ന് അമർത്താമോ, ആ ലൈക്ക് ബട്ടണിലും അതെനിക്ക് കിട്ടുന്ന വലിയൊരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഇപ്പോൾ തന്നെ സേവ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ മൂന്നാമത്തെ കാർഡ് എന്താ പറയുന്നത് നോക്കാം. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന വ്യക്തി, അതായത് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന വ്യക്തി ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഏറ്റവും നോ കോൺടാക്ട്സിൻ്റെ സ്ട്രോങ് വെർഷൻ ഒരു പക്ഷേ ഇതായിരിക്കാം. ആ വ്യക്തി വളരെ ടെൻഷനിലാണ്, മൊത്തത്തിൽ ടെൻഷനിലാണ്, ഭയങ്കരമായിട്ട് ആങ്സൈറ്റി കൂടിയുണ്ട്, ഡിപ്രഷനുണ്ട്, രാത്രിയൊന്നും ഉറക്കമില്ല, അവർ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടിക്കൊണ്ട് അവർ വല്ലാതെ വേദനിക്കുകയാണ്. അങ്ങനെ വേദനിക്കാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ ബന്ധത്തിൽ അവർക്കുണ്ടായൊരു തകർച്ചയായിരിക്കാം.
മിക്കവാറും ഒരു നോ കോണ്ടാക്ട്സിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി വളരെയധികം ഈ നിങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട്, ഈ ബന്ധത്തെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ബന്ധത്തിലുണ്ടായ ചില കാര്യങ്ങളെ ഓർത്ത് അവർ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. ഉറങ്ങാനൊന്നും അവർക്ക് ഒട്ടും സാധിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ഉറങ്ങാൻ പറ്റാതെയാകുമ്പോൾ ഒരു വ്യക്തിയുടെ ചിന്തകൾക്ക് ക്ലാരിറ്റി കുറയും, അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, മെൻ്റലി ഫിസിക്കലി ഒക്കെ വീക്കാവും അല്ലേ. സ്വാഭാവികമായിട്ടും ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ ഒരു നോ കോണ്ടാക്ട്സിലാണെങ്കിൽ ഈ വ്യക്തി വളരെയധികം വിഷമിച്ചിരിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ നിങ്ങളെ ഓർത്താണ് വിഷമിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ സാഹചര്യങ്ങളെ ഓർത്തായിരിക്കാം. അപ്പോൾ ഇവരിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ചു ഇങ്ങനെ വിഷമിക്കാനുള്ളൊരു കാരണം, നോ കോണ്ടാക്ട്സിലേക്ക് പോകാനുള്ളൊരു കാരണം. ഒരുപക്ഷെ ഈ വ്യക്തി ഇങ്ങനെ വിഷമിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാവും. അവർ നിങ്ങളെ ഓർത്താണോ വിഷമിക്കുന്നത്, അത് നിങ്ങളുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചതിൻ്റെ പേരിലുള്ള വിഷമമായിരുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഒന്ന് സ്വയം ചോദിച്ചു നോക്കുക, നിങ്ങളുടെ വ്യക്തി എന്തിനാണ് വിഷമിക്കുന്നത്? നിങ്ങളെക്കുറിച്ച് ഓർത്താണ് വിഷമിക്കുന്നതെങ്കിൽ ഈ ബന്ധത്തിൽ എന്താണ് ചെയ്യാൻ പറ്റുക? എന്തായാലും ആ വ്യക്തിക്ക് ഈ ബന്ധത്തിൽ വളരെയധികം ചിന്തകളുണ്ട്. ആ ചിന്തകൾ പോസിറ്റീവാണോ നെഗറ്റീവാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെയാണ് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഈ വ്യക്തി വല്ലാതെ ടെൻഷൻ അടിക്കുന്നുണ്ട് നിങ്ങളെ ഓർത്തിട്ട്. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ മിക്കവാറും ഈ ബന്ധം നഷ്ടപ്പെട്ടതിലുള്ള സങ്കടം തന്നെയായിരിക്കാം. പക്ഷേ മിക്കവാറും ഇങ്ങനെയുള്ളവരൊരു പ്രത്യേകത എന്താണെന്നറിയോ, ഇവർ രാത്രിയൊക്കെ ഉറങ്ങാതിരുന്ന് പകൽ എണീറ്റ് കഴിഞ്ഞാണ്ടല്ലോ നമ്മളെ ആലോചിക്കുന്നുണ്ടെന്നോ, നമ്മളോട് ഇത്തരത്തിലുള്ള എന്തെങ്കിലും സ്നേഹമായിട്ടുള്ള ഫീലിങ്സോ അല്ലെങ്കിൽ നിങ്ങളെ ഓർത്ത് എനിക്ക് ടെൻഷനാണെന്നോ ഒന്നും അവർ പുറമേ കാണിക്കില്ല. അവർ സാധാരണ രീതിക്ക് വളരെ അടിച്ചുപൊളിയായിട്ടുള്ള വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടും, പുതിയ DP ഇടും, കൂട്ടുകാരൊപ്പം ട്രിപ്പ് പോകും, കറങ്ങി അടക്കും, വീട്ടുകാരോടൊപ്പം എൻജോയ്മെൻ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇടും. അതൊക്കെ ശരിയാണ്. പക്ഷേ ആ വ്യക്തി എന്ന് പറയുന്ന സ്പേസിൽ മാത്രം ഇരിക്കുമ്പോൾ, മറ്റാരുമില്ലാതെ ആ വ്യക്തിയായിട്ട് ഈ വ്യക്തി ഇരിക്കുമ്പോൾ അവിടെ അയാൾ ഒട്ടും കംഫർട്ട് സോണിലല്ല, അയാൾ നല്ല ടെൻഷനിലാണ്. ഈ മിക്കവാറും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ലേഡീസൊക്കെ ആണെങ്കിൽ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, വിത്ത് ഓൾ റെസ്പെക്റ്റോടുകൂടി തന്നെ പറയുകയാണ്. പക്ഷെ എന്നാലും ലേഡീസൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അവരിങ്ങനെയായിരിക്കും. അവരുടെ ഉള്ളിലെന്താ ഉള്ളതെന്നുള്ളത് പുറമെ അത്രയ്ക്ക് അങ്ങോട്ട് ഉള്ളവർക്ക് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പുരുഷനെ പിന്നെ മനസ്സിലാവും, പക്ഷേ സ്ത്രീകളെ പ്രത്യേകിച്ച് എല്ലാ സ്ത്രീകളുടെ കാര്യവും അല്ലെങ്കിൽ അത് മോശം ക്യാരക്ടറാണെന്നൊന്നും അല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ക്ലയൻസിൽ കൂടുതലും ലേഡീസാണ്. അപ്പോൾ വിത്ത് ഓൾ റെസ്പെക്റ്റ് തന്നെയാണ് പറയുന്നത്. അവരൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർ മൈൻഡ് അല്പം കൂടി ഹൈഡ് ചെയ്യാൻ വളരെ മിടുക്കരാണ്. അവരുടെ വാട്സാപ്പ് സ്റ്റാറ്റസോ ഇൻസ്റ്റയിലെ സ്റ്റോറീസോ കണ്ടുകൊണ്ട് അവരുടെ മനസ്സിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് തമ്പുരാനും ഒരിടത്തും പിടുത്തം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇവരെയൊക്കെ വെറുക്കുന്നുണ്ടെങ്കിൽ ഇത് കൂട്ടത്തിലുള്ള ആരെയും നിങ്ങൾ വളരെ നെഗറ്റീവായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇതിനുള്ള പ്രതിവിധി എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആലോചിക്കുക, അതുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ 3 കാർഡ് എടുത്തവർക്കും ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപാട് വലിച്ചങ്ങോട്ട് നീട്ടി കാർഡിൽ പറഞ്ഞുകൊണ്ട് പോകുന്നില്ല. അത്യാവശ്യം വേണ്ട ജനറലായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. സബ്സ്ക്രൈബിൻ്റെ ബട്ടണിലേക്ക് ഇപ്പോൾ തന്നെ പോയിട്ട് ആ നോട്ടിഫിക്കേഷൻ ബെല്ലടക്കം ഓണാക്കി വെച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ബട്ടൺ അടിച്ചിട്ട് വേണം നിങ്ങൾ വീഡിയോ കാണുന്നത് നിർത്താൻ വേണ്ടിയിട്ട്. യൂണിവേഴ്സിനോട് ഏതെങ്കിലും തരത്തിലുള്ള റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അത് കയ്യോടെ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെയാണെങ്കിലും, നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട്സിലോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയുടെ പുറകെ നടക്കുകയാണെങ്കിലോ, ഒരു വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണെങ്കിലോ, എങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ആഗ്രഹം നല്ല രീതിക്ക് സഫലമാവട്ടെ, യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, എല്ലാ സ്നേഹത്തിലും ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടാവട്ടെ, ജീവിതം മനോഹരമാവട്ടെ. ഇനി വീണ്ടും പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ വിളിക്കാൻ മറക്കണ്ട.